വെൽക്കം ബാക്ക് ടു ഷിമിബാസ്. എക്സ്പ്ലോറിംഗ് ഷാർജ എന്ന സീരീസിന്റെ 2ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നും ഷാർജയിൽ ചെറിയ രീതിയിൽ മഴ പെയ്തിരുന്നു. വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് കറങ്ങി വരാമെന്ന് വെച്ചിറങ്ങിയതാണ്. മകൾ ട്യൂഷൻ ക്ലാസ്സിലാണ്. ചെറിയ മകൻ അത് നല്ല ഉറക്കത്തിലുമായിരുന്നു. പിന്നെ ഞങ്ങൾ മാത്രം വന്നു. മഴ വന്നു മാറിയതിന്റെ വളരെ ചെറിയൊരു തണുപ്പുമുണ്ട്. കഴിഞ്ഞ വലിയ മഴയിൽ ഈ പ്രദേശമൊക്കെ വലിയ വെള്ളക്കെട്ടിന്റെ അടിയിലായിരുന്നു. ഈ കാണുന്നതാണ് ഷാർജ ഗോൾഡ് സെന്റർ. സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള ലോഹങ്ങൾ, കല്ലുകൾ, വാച്ചുകൾ എന്നിവയ്ക്കായുള്ള 50ലധികം പ്രാദേശികവും അന്തർദേശീയവുമായ ജ്വല്ലറി ബ്രാൻഡുകൾ ലഭിക്കുന്ന ഗോൾഡ് സെന്റർ 1996 പ്രവർത്തനം ആരംഭിച്ചത്. ഇത് ഷാർജ എയർമുക്ക് എന്ന സ്ഥലത്തെ ഒരു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചാണ്. 1800 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഇതിൽ 3000 വിശ്വാസികളെ ഉൾക്കൊള്ളാൻ കഴിയും. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ റഷ്യൻ ഓർത്തഡോക്സ് പള്ളിയും യുഎയിലെ ആദ്യത്തേതുമാണ്. റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ അംഗങ്ങളായ ഏകദേശം 20,000 റഷ്യക്കാർ യുഎയിൽ താമസിക്കുന്നു. ഇതുകൂടാതെ കാത്തലിക് ചർച്ച് അടക്കം നിരവധി ചർച്ചുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ റൗണ്ട് അബൌട്ടിന് ചുറ്റും ധാരാളം മൊബൈൽ ഷോപ്പുകളും അവയുമായി ബന്ധപ്പെട്ട റിപ്പയറിംഗ് ആക്സസറീസ് ഷോപ്പുകൾ ഉള്ളതുകൊണ്ട് പൊതുവെ ഇത് വിളിക്കുന്നത് മൊബൈൽ റൗണ്ട് അബൌട്ട് എന്നാണ്. ഷാർജയുടെ സെൻട്രൽ പോസ്റ്റ് ഓഫീസും കടന്ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജുബൈൽ ബസ് സ്റ്റേഷന്റെ അരികിലൂടെയാണ്. ഷാർജയെ കൂടാതെ അജ്മാൻ, അബുദാബി, ദുബൈ പിന്നെ ഒമാനിലേക്ക് വരെ ഇവിടെ നിന്നും ബസ് സർവീസുകൾ നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാർജ ബേർഡ്സ് ആൻഡ് അനിമൽ മാർക്കറ്റിന്റെ മുമ്പിലാണ്. നല്ല ഇനം ബ്രീഡ് കാറ്റ്സ്, ഡോഗ്സ്, പിന്നെ അക്വേറിയം ഫിഷുകൾ, ഫാൽക്കൺ, കോക്ടെയിൽ, പീക്കോക്ക് മുതൽ നമ്മുടെ തന്നെ നാടൻ കോഴികൾ വരെ ഇവിടെ വാങ്ങാൻ സാധിക്കും. ഇതൊന്നും കൂടാതെ ഇവയ്ക്കുള്ള കൂടുകൾ, തീറ്റകൾ, ടോയ്സ് ഒക്കെയും വാങ്ങാൻ ലഭിക്കും. പുതിയ മൃഗങ്ങളെ അല്ലെങ്കിൽ പക്ഷികളെ വാങ്ങുന്നതോടൊപ്പം നമ്മുടെ കയ്യിലുള്ളവയെ വിൽക്കാനും ഇവിടെ അവസരമുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ പൂച്ചകളെയും പട്ടികളെയും ഒക്കെ അവയുടെ രോമങ്ങൾ ട്രിം ചെയ്യാനും ചികിത്സിക്കാനും ഉള്ള വെറ്ററിനറി ക്ലിനിക്കും കാണാൻ സാധിക്കും. ഞാനെത്തിയപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് അധിക പൂച്ചകളും നല്ല മയക്കത്തിലായിരുന്നു. ഞാൻ ചില സമയങ്ങളിൽ എന്റെ മക്കളെയും കൂട്ടി ഇങ്ങോട്ട് വരാറുണ്ട്. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് കൂടിയാണിത്. മാർക്കറ്റിലെ ദുർഗന്ധം തടയാൻ എക്സോസ്റ്റ് ഫാനുകൾ സ്ഥാപിക്കാൻ എല്ലാ കട ഉടമകളും ബാധ്യസ്ഥരാണ്. ബേർഡ്സ് മാർക്കറ്റിലെ ശുചിത്വം നിലനിർത്താനും ആരോഗ്യപരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യാനും മുനിസിപ്പാലിറ്റി വലിയ ശ്രമങ്ങൾ നടത്തുന്നു. മാർക്കറ്റ് മാനേജ്മെന്റും പെസ്റ്റിസൈഡ് കൺട്രോൾ വിഭാഗവും തമ്മിലുള്ള ഏകോപനത്തിലൂടെ കീടനിയന്ത്രണ പ്രവർത്തനങ്ങൾ വിപണിയിൽ നിരന്തരം നടത്തുന്നുണ്ടെന്നും അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. മാർക്കറ്റിലെ എല്ലാ കടകളിലും മുനിസിപ്പാലിറ്റി പതിവായി പരിശോധന നടത്തുകയും എല്ലാ പക്ഷികളും മൃഗഡോക്ടർമാരുടെ മെഡിക്കൽ മേൽനോട്ടത്തിന് വിധേയമാണെന്നും ഉറപ്പാക്കുകയും ചെയ്യുന്നു. പൊതുജനാരോഗ്യവും സുരക്ഷിതത്വവും സംരക്ഷിക്കുന്നതിനായി പക്ഷികളെ പരിശോധിച്ച് അവ രോഗങ്ങളില്ലാത്തവയാണെന്ന് ഉറപ്പുവരുത്തുന്നു. അൽ ജുബൈൽ ഏരിയയുടെ വികസനത്തിന്റെ ഭാഗമായി ഷാർജ മുനിസിപ്പാലിറ്റി ഈ മാർക്കറ്റ് വികസിപ്പിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനുമുള്ള ഒരു സമഗ്ര പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ ജ്ഞാനപൂർവകമായ നിർദ്ദേശപ്രകാരം ഈ മാർക്കറ്റ് അൽ ജുബൈൽ ഏരിയയിലെ താമസ കെട്ടിടങ്ങളിൽ നിന്നും വളരെ ദൂരെയുള്ള പ്രദേശത്തേക്ക് മാറ്റുമെന്നും ഇത് വിപുലീകരണത്തിന് വഴിയൊരുക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. സന്ദർശകരുടെയും വ്യാപാരികളുടെയും വർദ്ധിച്ചു വരുന്ന എണ്ണം ഉൾക്കൊള്ളുന്നതിന് ഇത് സഹായകമാകും. ഇനി എന്റെ യാത്ര ഹേർട്ട് ഓഫ് ഷാർജ എന്നറിയപ്പെടുന്ന ഷാർജയിലെ ഒരു മർമ്മപ്രധാന സ്ഥലത്തേക്കാണ്. 1998 യുനെസ്കോ അറബ് ലോകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായി അംഗീകരിച്ച ഷാർജ എമിറേറ്റ് അതിന്റെ തനതായ വാസ്തുവിദ്യയിലൂടെയും സംസ്കാരത്തിലൂടെയും എമിറാത്തി പൈതൃകം നിലനിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അറബിക് ഇസ്ലാമിക് വാസ്തുവിദ്യകൾക്കും ലൈബ്രറികൾക്കും ഇസ്ലാമിക് മ്യൂസിയങ്ങൾക്കും സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും ഷാർജ പ്രശസ്തമാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റിന്റെ സാംസ്കാരിക സാഹിത്യ കേന്ദ്രം എന്നാണ് ഈ നഗരം അറിയപ്പെടുന്നത്. അൽ ഹിസൻ എന്ന ഒരു ഫോർട്ട് മ്യൂസിയമാണിത്.
ഇതിന്റെ അകത്ത് വീഡിയോ ചിത്രീകരണം അനുവദനീയമല്ല. അതിനായി പ്രത്യേക പെർമിഷനൊക്കെ എടുക്കേണ്ടതുണ്ട്. 1820 അന്നത്തെ ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ സക്കർ അൽ കാസിമിയാണ് ഈ കോട്ട നിർമ്മിച്ചത്. പാറ, അടോ, പവിഴം എന്നിവയായിരുന്നു നിർമ്മാണ സാമഗ്രികൾ. ഈ കോട്ട പ്രധാനമായും എതിരാളികളായ ഗോത്രങ്ങളുടെ ആക്രമണങ്ങൾക്കെതിരായ പ്രതിരോധമായി പ്രവർത്തിച്ചു. അക്കാലത്ത് കടൽ നിയന്ത്രിച്ചിരുന്ന ബ്രിട്ടീഷുകാർ അത് സാധാരണ സൈനികർക്കെതിരെ കാര്യമായ സേവനമല്ലെന്ന് അഭിപ്രായപ്പെട്ടതിനാൽ 1970 ഒരു ടവർ ഒഴികെ ഭൂരിഭാഗം കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റി. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 1990കളിൽ നടത്തിയ ഒരു പുനർനിർമ്മാണമാണ്. എന്നാൽ കോട്ടയുടെ പ്രവേശന കവാടവും മുമ്പിൽ കാണുന്ന ഈ മരക്കുറ്റിയും അതേപടി നിലനിർത്തി. മാനസാന്തരത്തിന്റെ മരം എന്ന ഈ മരം ഒരു പ്രതീകമാണ്. ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് ഷാർജ തീരത്ത് കത്തിയമർന്ന ഒരു കപ്പലിന്റെ കൊടിമരത്തിൽ നിന്നുമാണ് ഈ പശ്ചാത്തല മരത്തിന്റെ ആവിർഭാവം. ബസീദു എന്ന അന്ധനായ ഒരു മനുഷ്യൻ തന്റെ കുടിലിൽ മത്സ്യം പാകം ചെയ്യുമ്പോൾ അബദ്ധത്തിൽ തീ പടരുകയും ഗോതമ്പ് വൈക്കുവനയാൽ നിർമ്മിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ വീടിന് തീപിടിക്കുകയും ചെയ്തു. ആ തീയിൽ ബസീദു മരണപ്പെടുകയും ചെയ്തു. അന്ന് ഒരു കാറ്റുള്ള ദിവസമായതിനാൽ കുറച്ചകലെ നങ്കൂരം വിട്ടിരുന്ന കപ്പലിലേക്ക് തീ പടർന്നു. തീയുടെ വ്യാപ്തി കുറയ്ക്കാൻ കപ്പലുമായി ബന്ധിപ്പിച്ചിരുന്ന കയർ അറുത്തു മാറ്റുവാൻ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സുൽത്താൻ അൽ സക്കർ കാസിമി ഉത്തരവിട്ടു. കപ്പലിന്റെ കൊടിമരം കോട്ടയുടെ മുമ്പിൽ സ്ഥാപിക്കുകയും ക്രിമിനൽ സ്വഭാവമുള്ളവരെ പരസ്യമായി ശിക്ഷിക്കുന്നത് ഈ കൊടിമരത്തിൽ ബന്ധിപ്പിക്കുകയും ചെയ്തിട്ടായിരുന്നു. ഇത് കടൽ ജീവിതത്തിലെ പ്രയാസത്തിനും ഷാർജയുടെ അച്ചടക്ക സമ്പ്രദായത്തിന് ഒരു എഴുത്തായി ഇന്നും നിലകൊള്ളുന്നു. അടുത്തത് ഷാർജ ആർട്ട് മ്യൂസിയത്തിലെ കാഴ്ചകളാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഷാർജ നഗരത്തിലെ ഒരു പ്രധാന മ്യൂസിയമാണ് ഷാർജ ആർട്ട് മ്യൂസിയം. മൂന്നാമത് ഷാർജ ഇന്റർനാഷണൽ ആർട്സ് ബിനാലയിൽ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമിയുടെ രക്ഷാകർതൃത്വത്തിൽ 1997 ഏപ്രിൽ 7 മ്യൂസിയത്തിന്റെ പുതിയ കെട്ടിടം സ്ഥാപിക്കപ്പെട്ടു. യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിൽ നിന്നും മറ്റു മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാരുടെ ആധുനികവും സമകാലികവുമായ കലകളുടെ ഒരു ശേഖരം ഷാർജ ആർട്ട് മ്യൂസിയത്തിലുണ്ട്. ഇന്ന് ഇത് താൽക്കാലിക പ്രദർശനങ്ങളും വിദ്യാഭ്യാസ പരിപാടികളും സംഘടിപ്പിക്കുകയും ഹോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. 2 നിലകളിലായി ഗാലറികളും അതിനിടയിൽ ഒരു അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. UAE-യിൽ കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സർഗാത്മക വളർത്തുന്നതിനുമായി പൊതുജനങ്ങൾക്കായി തുറന്നിട്ട് 2022 ഏപ്രിലിൽ മ്യൂസിയം 25 വർഷം ആഘോഷിച്ചു. ആർട്ട് മ്യൂസിയത്തിൽ നിന്നും പുറത്തിറങ്ങിയാൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് സൂഖ് അൽ അർസ. പേർഷ്യ, ഇന്ത്യ, ബദൂയൻ ഗോത്രങ്ങളിൽ നിന്നുള്ള വ്യാപാരികളുടെ ഒരു മാർക്കറ്റ് സ്ഥലമായിരുന്നു സൂഖ് അൽ അർസ. ഇന്ന് ഷാർജയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ സൂഖ് കട്ടിയുള്ള തടി കൊണ്ടുള്ള വാതിലുകളും മനോഹരമായ ഇഷ്ടിക ചുവരുകളും UAE സംസ്കാരത്തെ പ്രതീകപ്പെടുത്തുന്ന തൂക്കുവിളക്കുകളും ഉൾക്കൊള്ളുന്ന എയർ കണ്ടീഷൻ ചെയ്ത ഇടവഴികളുള്ള ഒരു മാർക്കറ്റാണ്. UAE പരമ്പരാഗത വസ്ത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളായ തൂവല്ല, ചെസ്റ്റ്, ചെമ്പ് കൊണ്ടുള്ള പാത്രങ്ങൾ മുതൽ ആഭരണങ്ങൾ, അപായകൾ, കന്തൂറകൾ എന്നിവ വരെ വിചിത്രങ്ങളായ ഈ സ്റ്റോറിൽ വിൽക്കപ്പെടുന്നു. പൈതൃക പ്രേമികൾക്ക് ഷാർജയിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ ഈ സൂക്ക് തീർച്ചയായും ഉൾപ്പെടുത്തേണ്ടതാണ്. ഷാർജയുടെ ഹൃദയത്തോട് ചേർന്ന് ഷാർജ കോർണിഷിലാണ് സൂക്ക് സ്ഥിതി ചെയ്യുന്നത്. ഷാർജ മ്യൂസിയം, ഹാർട്ട് ഓഫ് ഷാർജ, ഷാർജ ഡിസ്കവറി സെന്റർ എന്നിവയുൾപ്പെടെ കുട്ടികൾക്കായി ധാരാളം കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുമുണ്ട്. ഇവിടെ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് എന്ന പേരിൽ ഒരു മുറി കാണാം. പഴയ കാലങ്ങളിൽ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെട്ട ക്ലേ കൊണ്ടുണ്ടാക്കിയ സെറാമിക് പ്ലേറ്റുകളുടെ അവശേഷിപ്പുകളും ആദ്യകാല നാണയങ്ങളും ഒക്കെയാണ് ഇവിടെ കാണാൻ കഴിയുക. 1960കളിൽ നിർമ്മിക്കപ്പെട്ട അൽ മിദ്ഫ കുടുംബത്തിൽപ്പെട്ടവരെ ഒരു വീടാണിത്. യുണൈറ്റഡ് അറബ് എമിറേറ്റിലെ ഷാർജയിലെ ആദ്യത്തെ പത്രപ്രവർത്തകനായിരുന്ന ഇബ്രാഹിം ബിൻ മുഹമ്മദ് അൽ മിദ്ഫ 1927 ഒമാൻ പത്രം എന്ന പേരിൽ ഒരു കയ്യെഴുത്ത് ന്യൂസ് ഷീറ്റ് നിർമ്മിച്ചു. ഇബ്രാഹിം അൽ മിദ്ഫയുടെ കുടുംബം ട്രൂഷ്യൽ ഒമാനിൽ നിന്നാണ് ഉത്ഭവിച്ചത്. 1960ൽ ഷാർജയിലേക്ക് താമസം മാറി. അവിടെ അവർ ഭക്ഷ്യവസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ, പിന്നീട് മുത്തുകൾ എന്നിവയുടെ സമ്പന്നരായ വ്യാപാരികളായി. 1909ൽ ജനിച്ച അൽ മിദ്ഫ തന്റെ പത്രം ആരംഭിച്ച അതേ വർഷം തന്നെ സെൻട്രൽ ഷാർജയിൽ ഒരു വീട് പണിതു. ഇറക്കുമതി ചെയ്ത തേക്കിന്റെ താരതമ്യേന ചെലവേറിയ റിസോഴ്സസ് ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചത്. അക്കാലത്തെ അദ്ദേഹത്തിന്റെ സമ്പന്നമായ പശ്ചാത്തലത്തിന്റെ തെളിവാണിത്. മഗ്രിബ് പ്രയറിനുള്ള സമയമായി. ബുഹേറ എന്ന സ്ഥലത്തുള്ള അൽനൂർ മസ്ജിദിൽ പോകാമെന്ന് വെച്ചു. ഷാർജയിലെ ബുഹേറ കോർണിഷിലെ ഖാലിദ് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് അൽനൂർ മസ്ജിദ്. ലേക്കിനോട് ചേർന്ന് കിടക്കുന്ന ഈ പള്ളി അതിമനോഹരമാണ്. വിന്റർ സമയത്ത് വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ ഇവിടെ ഒരുപാട് ആൾക്കാർ എത്താറുണ്ട്.
മഗ്രിബ് നമസ്കാരം തുടങ്ങാറായി. പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചു. തുർക്കിയിലെ സുൽത്താൻ അഹമ്മദ് മോസ്കിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ട് തുർക്കിഷ് ഓട്ടോമാൻ രൂപകൽപ്പയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വുഡൻ ചാരിറ്റി ബോക്സ് നിർമ്മിച്ചതിന് 2014 ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിരുന്നു. 34 ഡോമുകളുള്ള ഈ പള്ളിയിൽ 1900 പുരുഷന്മാർക്കും 400 സ്ത്രീകൾക്കും ഉൾപ്പെടെ 2200 പേർക്ക് ഒരേ സമയം പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. എക്സ്പ്ലോറിംഗ് ഷാർജയുടെ 2ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.